ആൻഡ് ഡാവിഞ്ചി റിസോൾവ് കളർ ഗ്രേഡിംഗ് മാസ്റ്റർ ക്ലാസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണിത്. ആൻഡ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കളർ പേജിൻ്റെ ഇൻ്റർഫേസിനെ പറ്റിയാണ്. ആൻഡ് ലാസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഈ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ കളർ പേജിൻ്റെ ഇൻ്റർഫേസിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. നമുക്ക് കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരു കംപ്ലീറ്റ് സീരീസ് അവൈലബിൾ ആണ്. ആൻഡ് പ്രീമിയർ പ്രോയെ ബേസ് ചെയ്തിട്ടാണ് ഈ സീരീസ് ഞാൻ ചെയ്തിട്ടുള്ളത്. എങ്കിലും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കളർ ഗ്രേഡിങ്ങിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. ലൈക്ക് കളർ തിയറിയെ പറ്റി പറയുന്നുണ്ട്, ഡിഫറെൻറ്റ് സ്കോപ്സിനെ പറ്റി പറയുന്നുണ്ട്, ഹൈലൈറ്റ്സ് എന്താണ്, വൈറ്റ്സ് എന്താണ്, എക്സ്പോഷർ എന്താണ്, ഷാഡോസ് എന്താണ്, കേർവ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് വൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്യാം, കളർ വീൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കളർ ഗ്രേഡിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. സോ ഉറപ്പായിട്ടും ഈ സീരീസ് നിങ്ങൾ വാച്ച് ചെയ്യുക. ഏകദേശം ഒരു 12 എപ്പിസോഡ്സാണ് ടോട്ടൽ വരുന്നത്. ഈ ക്ലാസ്സസ് എല്ലാം നിങ്ങൾ കണ്ടു നോക്കുക. ആൻഡ് ഡാവിഞ്ചി റിസോൾവിൽ കളർ ഗ്രേഡിംഗ് പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ക്ലാസ്സസ് കണ്ടിരിക്കുക. ഓക്കെ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ കാർഡ് കൊടുത്തേക്കാം. സോ ഞാൻ ഇവിടെ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച പോലെ 2 ക്ലിപ്സ് നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. സോ ഞാൻ ഇവിടെ ഫയൽ ബ്രൗസർ ഓപ്പൺ ചെയ്യുവാണ്. ദെൻ 2 ക്ലിപ്സ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ദെൻ ഞാൻ പുതിയൊരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക്, ടൈം ലൈൻസ്, ക്രിയേറ്റ് ന്യൂ ടൈം ലൈൻ. ദെൻ ഞാൻ ഇവിടെ ടൈം ലൈൻ 1 എന്നതിന് നെയിം കൊടുക്കുവാണ്. യൂസ് പ്രോജക്റ്റ് സെറ്റിങ്സ് അൺചെക്ക് ചെയ്യുവാണ്. ഫോർമാറ്റിലേക്ക് പോകാം. ഫുൾ HD തന്നെ മതി, 24 തന്നെ മതി. ദെൻ ക്രിയേറ്റ് കൊടുക്കാം. ഞാൻ ഇവിടെ ക്ലിപ്സ് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലേക്ക് പ്ലേസ് ചെയ്യുവാണ്. എനിക്ക് വീഡിയോ ഏകദേശം ഇവിടം വരെ മതി. സോ ഞാൻ ബ്ലേഡ് ടൂൾ എടുക്കുവാണ്, B. ദെൻ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. സെലക്ഷൻ ടൂൾ എടുക്കാം, A. ദെൻ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ ടോട്ടൽ 2 ക്ലിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കളർ പേജിലേക്ക് പോകാം. സോ ഞാൻ ഇവിടെ കളർ പേജ് സെലക്ട് ചെയ്യുവാണ്. ആൻഡ് നിങ്ങൾ കളർ പേജ് ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലെ ആയിരിക്കണമെന്നില്ല ഇൻ്റർഫേസ്. സോ നിങ്ങൾ വർക്ക് സ്പേസിലേക്ക് വരിക, റീസെറ്റ് UI ലേഔട്ട് സെലക്ട് ചെയ്യുക. സോ നമുക്ക് എല്ലാവർക്കും ഒരേപോലുള്ള ഇൻ്റർഫേസ് കിട്ടും. ആൻഡ് ഇവിടെ നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഹയർ റെസൊല്യൂഷനുള്ള മോണിറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻ്റർഫേസിന് കുറച്ച് ഡിഫറൻസ് കാണും. ഇവിടെ നിങ്ങൾക്ക് പ്രൈമറീസ്, ദെൻ അത് കഴിഞ്ഞിട്ട് കേർവ്സ്, ദെൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കീ ഫ്രെയിംസ് അല്ലെങ്കിൽ സ്കോപ്സ് എല്ലാം കാണാൻ പറ്റും. കുറച്ച് ഡിഫറൻസ് ആയിരിക്കും ഈ പോർഷൻ. എൻ്റെ ഫുൾ HD മോണിറ്ററാണ്. സോ എൻ്റെ ഒരു ഇൻ്റർഫേസ് ഇതുപോലെ ആയിരിക്കും. സോ നിങ്ങൾ ഹൈ ഡെഫിനിഷൻ മോണിറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ബട്ട് സംഭവങ്ങളെല്ലാം സെയിം ആണ്. ഇനി നമുക്ക് ഇൻ്റർഫേസിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. ആൻഡ് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് ഗ്യാലറിയാണ്. ഗ്യാലറി എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഗ്യാലറിയിലേക്ക് നമുക്ക് റെഫറൻസ് ഇമേജസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ കളർ ഗ്രേഡ് ചെയ്യുന്ന ഇമേജ് വെച്ച് കമ്പയർ ചെയ്യാനും അതിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഗ്യാലറി യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഗ്യാലറിയുടെ അടുത്ത യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കളർ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്റ്റില്ലായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് സെയിം കളർ ഗ്രേഡ് വേറെ ക്ലിപ്പിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ ക്ലിപ്പിൽ തന്നെ ഡിഫറെൻറ്റ് കളർ ഗ്രേഡ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ആൻഡ് ഇതാണ് നോട്ട്സ്. നോട്ട്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സിൽ പറയുന്നില്ല, നമ്മൾ മുമ്പോട്ട് പറയുന്നതായിരിക്കും. ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇൻ്റർഫേസിനെ പറ്റി മാത്രം പറഞ്ഞാൽ മതി. ബാക്കി എക്സാമ്പിളൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതി. എന്തെങ്കിലും പറയാൻ വേണ്ടി ഞാൻ പറയുന്നതായിരിക്കും, അല്ല അതിനെപ്പറ്റി ഇൻഡെപ്ത് ആയിട്ട് ഞാൻ പറയുന്നതല്ല. ഓക്കെ, സോ ഇവിടെ ഞാൻ പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുവാണ്. പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആദ്യത്തെ നോഡ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കേർവ്സിലേക്ക് വരുവാണ്. ദെൻ നമുക്ക് എക്സ്പോഷർ കുറച്ച് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ബൈ ദ വേ ഈ നോഡിനെ പറ്റിയും കേർവ്സിനെ പറ്റിയും ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം ഞാൻ സ്റ്റിൽസ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇത് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഇനി ഞാൻ ഇവിടെ രണ്ടാമത്തെ നോഡ് സെലക്ട് ചെയ്യുവാണ്. ദെൻ നമുക്കിവിടെ പ്രൈമറീസിലേക്ക് പോകാം. ദെൻ ഞാൻ ഇവിടെ മിഡ് ടോൺസ് റെഡിലേക്ക് മാറ്റുവാണ്. ഇനി എനിക്കിതൊരു കളർ ഗ്രേഡ് ആയിട്ട് സേവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്റ്റില്ലായിട്ട് സേവ് ചെയ്യണം. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക്, ഗ്രാബ് സ്റ്റില്ല് സെലക്ട് ചെയ്യാം. സോ ഇവിടെ ഗ്യാലറിയിൽ ആ സ്റ്റില്ല് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഫസ്റ്റ് നോഡ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കേർവ്സിലേക്ക് പോവാണ്. ദെൻ ഞാൻ വീഡിയോയ്ക്ക് കുറച്ച് കോൺട്രാസ്റ്റ് കൂട്ടുവാണ്. ഓക്കെ, കോൺട്രാസ്റ്റ് കുറച്ച് ഇൻക്രീസ് ചെയ്തു. ദെൻ പ്രൈമറീസിലേക്ക് വരുവാണ്. ദെൻ ഞാൻ കുറച്ച് കൂളാക്കുവാണ് വീഡിയോ. ഓക്കെ, ഇനി ഞാൻ ഇത് സേവ് ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക്, ഗ്രാബ് സ്റ്റില്ല് കൊടുക്കാം. സോ നമ്മളിവിടെ 2 ലുക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് ആദ്യത്തെ ലുക്സ് മതിയെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് മൗസ് അതിൻ്റെ മുകളിൽ വെക്കുവാണെങ്കിൽ നമുക്കിവിടെ പ്രീവ്യൂ കാണാൻ പറ്റും. കണ്ടോ? ആൻഡ് എനിക്കിവിടെ ആദ്യത്തെ ലുക്ക് മതിയെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. സോ ഇവിടെ ആദ്യത്തെ ലുക്ക് വന്നിട്ടുണ്ട്. ആൻഡ് എനിക്ക് രണ്ടാമത്തെ ലുക്ക് മതിയെങ്കിലോ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, രണ്ടാമത്തെ ലുക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ബൈ ദ വേ നമ്മളൊരു ക്ലിപ്പിൽ കളർ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐക്കൺ കണ്ടോ, അത് കളർഫുൾ ആവും. ഇത് ഇവിടെ 1 എന്ന് കൊടുത്തിട്ടുള്ളടത്ത് കളർ കാര്യങ്ങളൊന്നുമില്ല, കാരണം നമ്മൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ആൻഡ് നമ്മൾ കളർ ഗ്രേഡിങ് എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കളർ വരും. കണ്ടോ, ഡിഫറെൻറ്റ് കളേഴ്സ് വരും. മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി അവിടെ ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുകയാണ്. ആൻഡ് ഫസ്റ്റ് ക്ലിപ്പിലേക്ക് എനിക്ക് ഈ ഒരു ലുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇത് കണ്ടോ, ഫസ്റ്റ് ക്ലിപ്പിൽ ആ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് സെക്കൻഡ് ലുക്ക് മതിയെങ്കിലോ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. സെക്കൻഡ് ലുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് സ്റ്റിൽസ് സേവ് ചെയ്തിട്ട് ഈസി ആയിട്ട് ക്ലിപ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ എന്തിനാണ് ഗ്യാലറി യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത സ്റ്റിൽസ് നമുക്ക് ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാം. അതിനുവേണ്ടി സെലക്ട് ചെയ്യുക, ദെൻ റൈറ്റ് ക്ലിക്ക്. ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് സെലക്റ്റഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി, ഡിലീറ്റ് ആവും. റൈറ്റ് ക്ലിക്ക്, ഡിലീറ്റ് സെലക്റ്റഡ്. ഇനി അവിടെ നോട്ട്സ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുവാണ്.
ആൻഡ് പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യാം, Alt+. ആൻഡ് ഇവിടെ വന്നിട്ട് നോഡെല്ലാം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുവാണ്. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ റീസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, റീസെറ്റ് ചെയ്താലും മതി. ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുവാണ്. ഓക്കെ, സോ നമ്മളിവിടെ നോട്ട്സ് എല്ലാം റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് കൊടുത്തിട്ടുള്ളത് LUTs ആണ്. സോ എന്താണ് LUTs? നിങ്ങൾക്ക് LUTസിനെ പറ്റി ഒന്നും അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു ഫിൽറ്റർ ആണെന്ന് ഓർത്താൽ മതി. നമുക്കത് വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് നമുക്കിവിടെ കുറേ ഇൻബിൽട്ട് ആയിട്ടുള്ള LUTs അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ LUTs സെലക്ട് ചെയ്യുവാണ്. നമുക്ക് കുറേ ഇൻബിൽട്ട് ആയിട്ടുള്ള LUTs കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്, നമുക്ക് വേണ്ട യൂസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ മുകളിലേക്ക് കൊണ്ട് മൗസ് വെക്കുവാണെങ്കിൽ നമുക്കൊരു പ്രീവ്യൂ കാണാൻ പറ്റും. ആൻഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക്, ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ LUT എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, നമുക്കങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ് ക്ലിക്ക്, അപ്ലൈ LUT. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് LUTs അവൈലബിൾ ആണ്. നമുക്ക് ഇൻബിൽഡ് ആയിട്ട് LUT അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനും പറ്റും. സോ എന്താണ് LUTs എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ജസ്റ്റ് ഫിൽറ്റർ പോലെ ഓർത്താൽ മതി. LUTനെ പറ്റി അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു ഫിൽറ്റർ പോലെ ഓർത്താൽ മതി. നമുക്ക് ജസ്റ്റ് ഡിഫറെൻറ്റ് ലുക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ LUT യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. സോ LUTs ആണ് രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ വന്നിട്ട് റീസെറ്റ് ചെയ്യുവാണ്. ഇതിൻ്റെ അടുത്താണ് മീഡിയ പൂൾ ഓപ്ഷൻ. മീഡിയ പൂൾ ഓപ്ഷൻ എന്താണെന്ന് അറിയാലോ, നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മീഡിയാസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ അടുത്താണ് ക്ലിപ്സ് ഓപ്ഷൻ. ക്ലിപ്പ് സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ടൈം ലൈനിലുള്ള ക്ലിപ്സ് കാര്യങ്ങളെല്ലാം ദേ ഇവിടെ താഴെ കാണിക്കും. ഇത് കണ്ടോ, നമുക്ക് 2 ക്ലിപ്സ് മാത്രമേ ടൈം ലൈനിലുള്ളൂ. ഞാൻ ഇവിടെ എഡിറ്റ് പേജിലേക്ക് പോവാണ്. ഇത് കണ്ടോ, നമുക്ക് 2 ക്ലിപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ മൂന്നാമതൊരു ക്ലിപ്പ് ആഡ് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഒരു ക്ലിപ്പ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുവാണ്. നമുക്ക് അതിങ്ങോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, ഏകദേശം ഇവിടം വരെ മതി. സോ ഞാൻ ഇവിടെ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് ബാക്കി ഡിലീറ്റ് ചെയ്യാം. ഇനി നമ്മൾ കളർ പേജിലേക്ക് പോവുകയാണെങ്കിൽ ഇത് കണ്ടോ, മൂന്നാമത്തെ ക്ലിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. സോ നമ്മൾ ടൈം ലൈനിൽ യൂസ് ചെയ്തിട്ടുള്ള ക്ലിപ്സ് എല്ലാം ഇവിടെ കാണിക്കും. ദെൻ അടുത്തായിട്ട് ഇവിടെ നമുക്ക് പ്രോജക്റ്റിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നോക്കണം. നമുക്കിവിടെ ഡിഫറെൻറ്റ് ടൈം ലൈൻസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോൾ ഒരു ടൈം ലൈൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ എഡിറ്റ് പേജിലേക്ക് പോയി കാണിക്കാം. ഇത് കണ്ടോ, നമ്മളൊരു ഒറ്റ ടൈം ലൈൻ മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ ഇവിടെ പുതിയൊരു ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക്, ടൈം ലൈൻസ്, ക്രിയേറ്റ് ന്യൂ ടൈം ലൈൻ. ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഞാൻ ഇവിടെ എക്സാമ്പിൾ എന്ന് കൊടുത്തു. ദെൻ ഇവിടെ അൺചെക്ക് ചെയ്യാം, ജസ്റ്റ് ക്രിയേറ്റ് കൊടുത്തു, ഒരു വീഡിയോയും ആഡ് ചെയ്യുവാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കളർ പേജിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ടൈം ലൈൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് കണ്ടോ, ഇപ്പോൾ ടൈം ലൈൻ 1 മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടൈം ലൈൻ മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യാം. സോ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ആ ടൈം ലൈൻ ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ടൈം ലൈൻ 1 തന്നെ സെലക്ട് ചെയ്യുവാണ്. ദെൻ ക്വിക്ക് എക്സ്പോർട്ട് ഓപ്ഷനാണ്. ഇതിനെപ്പറ്റി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയതാണ്. ദെൻ ടൈം ലൈൻ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം ലൈൻ ഇവിടെ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഫസ്റ്റ് ക്ലിപ്പ്, സെക്കൻഡ് ക്ലിപ്പ്, തേർഡ് ക്ലിപ്പ്, ടൈം ലൈൻ ഇവിടെ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്തിടുവാണ്. ആൻഡ് ഓൾസോ ക്ലിപ്സും ഞാൻ ഓഫ് ചെയ്തിടുവാണ്. നമുക്ക് മാക്സിമം ഏരിയ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊക്കെ ഓഫ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ. ഓഫ് ചെയ്യുമല്ല, ഹൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ. ദെൻ ഇവിടെ നമുക്ക് നോഡ് ഓപ്ഷൻ ഉണ്ട്. നോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കളർ ഗ്രേഡ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ദെൻ എഫക്ട്സ് ഉണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് എഫക്ട്സ് അവൈലബിൾ ആണ്. നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള എഫക്ട്സ് നോഡിലേക്ക് ആഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും. ഓക്കെ, അൺഡു ചെയ്യുവാണ്, കൺട്രോൾ സെറ്റ്. ദെൻ നമുക്ക് എഫക്ട്സ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ താഴേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് മെയിൻ പ്രോഗ്രാം വിൻഡോ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പ്രീവ്യൂ കാണുന്ന ഇവിടെയാണ്. നമുക്ക് പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് പോസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കിലേക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ആൻഡ് നമ്മൾ കളർ ഗ്രേഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഓഡിയോ കേൾക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഓഡിയോ മ്യൂട്ട് ചെയ്തിടാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, നമുക്ക് ഡിസ്ട്രാക്ഷൻ ഒന്നും വരത്തില്ല. നമുക്ക് ഓഡിയോ ഒന്നും ഇല്ലാതെ കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നമുക്ക് ലൂപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഇതിങ്ങനെ കടന്ന് ലൂപ്പ് ചെയ്തോളും. ആൻഡ് ഇവിടെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേനും അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. ദെൻ ഇവിടെ നമ്മൾ മുകളിലേക്ക് വരുവാണെങ്കിൽ ക്ലിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ ചെറിയൊരു ഡ്രോപ്പ് ഡൗൺ മെനു കാണാം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇവിടെ ക്ലിപ്പാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യാനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ക്ലിപ്സ് ഫസ്റ്റ് എനേബിൾ ചെയ്യുവാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. നമുക്ക് ഓരോ ക്ലിപ്പ് ബൈ ക്ലിപ്പായിട്ട് കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തുവാന്ന് വെക്കുക. ഞാൻ ഇവിടെ പ്രൈമറീസിലേക്ക് വന്നിട്ട് ഓഫ്സെറ്റിൻ്റെ വാല്യൂ കുറച്ച് റെഡിലേക്ക് മാറ്റുവാണ്. സോ വീഡിയോ ഇവിടെ റെഡ് ആയിട്ടുണ്ട്. ആൻഡ് ഈ ക്ലിപ്പിൽ മാത്രമേ ആ ചേഞ്ച് വന്നിട്ടുള്ളൂ. വേറെ ക്ലിപ്സിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല, അല്ലേ? അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. ഞാൻ ഇവിടെ റീസെറ്റ് ചെയ്യുവാണ്. ആൻഡ് അതിന് പകരം നമ്മളിവിടെ ടൈം ലൈൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ടൈം ലൈനിലുള്ള എല്ലാ ക്ലിപ്സിലും നമ്മൾ വരുത്തുന്ന ചേഞ്ച് അഫക്റ്റ് ആവും. ഞാൻ ഇവിടെ നോഡ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഇവിടെ ഓഫ്സെറ്റിലേക്ക് വന്നിട്ട് ഒന്ന് ബ്ലൂഷിലേക്ക് മാറ്റുവാണ്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും. ഞാൻ ഇവിടെ രണ്ടാമത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ ആ ചേഞ്ച് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുവാണെങ്കിൽ അവിടെയും ആ ചേഞ്ച് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ടൈം ലൈനിൽ ഏതെല്ലാം ക്ലിപ്സ് ഉണ്ടോ ആ ക്ലിപ്പിലെല്ലാം ഈ ഇഫക്റ്റ് അപ്ലൈ ആവും. സോ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് സെലക്ട് ചെയ്യാം. ടൈം ലൈനിൽ ഫുള്ള് ചേഞ്ചസ് വരണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ക്ലിപ്പിൽ മാത്രം ചേഞ്ച് വന്നാൽ മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇനി ഞാൻ ഇവിടെ നോഡ് റീസെറ്റ് ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക്, റീസെറ്റ് നോഡ്. സോ ഏകദേശം നമ്മൾ ഇൻ്റർഫേസിലുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ താഴേക്ക് വരുവാണെങ്കിൽ ഡിഫറെൻറ്റ് ടൂൾസാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് ടൂൾസാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ ടൂളിനെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും.
ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ജസ്റ്റ് എല്ലാ ടൂൾസും ഒന്ന് കാണിച്ചു പോകാം. സോ ഞാൻ ഇവിടെ ആദ്യം വന്നിട്ട് ക്ലിപ്സ് ഒന്ന് ഹൈഡ് ചെയ്യുവാണ്, കുറച്ചുകൂടെ സ്പേസ് കിട്ടാൻ വേണ്ടിയാണ്. ആൻഡ് ആദ്യം നമുക്കിവിടെ ക്യാമറ റോ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ റോയിൽ ഷൂട്ട് ചെയ്ത വീഡിയോസിൽ നമുക്ക് അതിൻ്റെ കളർ ടെമ്പറേച്ചർ, ISO കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നമുക്കിവിടെ കളർ മാച്ച് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഗ്രേ ബോർഡ്സോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കളർ മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ പ്രൈമറി വീൽസ് കൊടുത്തിട്ടുണ്ട്, അതിൽ തന്നെ നമുക്ക് ബാർസ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ ലോഗ് വീൽസും കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പോട്ട് പഠിക്കുന്നതായിരിക്കും. ദെൻ നമുക്ക് HDR വീഡിയോസ് ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ്. ദെൻ അടുത്തായിട്ട് നമുക്ക് RGB മിക്സർ കൊടുത്തിട്ടുണ്ട്. ദെൻ മോഷൻ എഫക്ട്സ് കൊടുത്തിട്ടുണ്ട്, മോഷൻ ബ്ലറും കാര്യങ്ങളൊക്കെ. ആൻഡ് ദെൻ നമുക്ക് കേർവ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ പ്രീമിയറിൽ കണ്ട പോലെ നമുക്ക് RGB കേർവ്സ് അവൈലബിൾ ആണ്, റെഡ്, ഗ്രീന്, ബ്ലൂ. ദെൻ നമുക്ക് ലുമിനൻസ് കേർവ്സും അവൈലബിൾ ആണ് ആൻഡ് ഡിഫറെൻറ്റ് കേർവ്സും അവൈലബിൾ ആണ് കേട്ടോ. ഹ്യൂ വേഴ്സസ് ഹ്യൂ, ഹ്യൂ വേഴ്സസ് സാച്ചുറേഷൻ, ദെൻ ഹ്യൂ വേഴ്സസ് ലുമിനൻസ്, ലൂമ വേഴ്സസ് സാച്ചുറേഷൻ, സാച്ചുറേഷൻ വേഴ്സസ് സാച്ചുറേഷൻ ആൻഡ് സാച്ചുറേഷൻ വേഴ്സസ് ലുമിനൻസ്. ഈ കേർവ്സ് എല്ലാം അവൈലബിൾ ആണ്. ആൻഡ് ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ പ്രീമിയറിൻ്റെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിനെപ്പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ കവർ ചെയ്യുന്നുണ്ട്. സോ ഉറപ്പായിട്ടും നിങ്ങൾ ആ സീരീസ് കണ്ടിരിക്കുക. ദെൻ അടുത്തായിട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് കളർ സ്ലൈസ് ആണ്. ദെൻ നമുക്കിവിടെ പവർ മെഷ് കൊടുത്തിട്ടുണ്ട്, കളർ വാപ്പർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്കിവിടെ ക്വാളിഫയർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്കിൻ ടോൺസും അതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ആൻഡ് ഇത് നമുക്ക് പ്രീമിയറിൽ അവൈലബിൾ ആണ്, HSL സെക്കൻഡറി എന്ന് പറഞ്ഞിട്ട്. സോ അത് നിങ്ങൾ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യുക ആ വീഡിയോസ്. ദെൻ നമുക്ക് മാസ്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ മാസ്ക് ചെയ്തിട്ട് അവിടെ മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള എഫക്ട്സ് അല്ലെങ്കിൽ കളേഴ്സ് കൊടുക്കാൻ വേണ്ടി പറ്റും. ദെൻ നമുക്ക് അടുത്തതായിട്ട് ട്രാക്കർ ഓപ്ഷൻ അവൈലബിൾ ആണ്, നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നമുക്ക് ഷാർപ്നെസ്സും ബ്ലറിനെസ്സും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. ദെൻ നമുക്ക് കീയിങ് ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. സോ അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്, നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി, ടൂൾസ് ഉണ്ട് നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി. ദെൻ അടുത്തായിട്ട് വരുന്ന കീ ഫ്രെയിംസ് ആണ്. നമുക്ക് കീ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്, അതിനുള്ള വിൻഡോ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ദെൻ നമുക്ക് ഡിഫറെൻറ്റ് സ്കോപ്സ് അവൈലബിൾ ആണ്. ഈ സ്കോപ്സിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ കളർ ഗ്രേഡിംഗ് സീരീസിൽ പറയുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ പരേഡ് ഉണ്ട്, വേവ് ഫോം ഉണ്ട്, വെട്രോസ്കോപ്പ് ഉണ്ട് ആൻഡ് ഹിസ്റ്റോഗ്രാം ഉണ്ട്. ദെൻ അവസാനമായിട്ട് CIE ക്രൊമാറ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാഫ് ഉണ്ട്. ആക്ച്വലി ഇതിനെപ്പറ്റി എനിക്ക് വലിയ ക്ലിയർ ആയിട്ട് അറിയില്ല. ഇത് നമുക്ക് REC 709 ഉള്ളിൽ വരുന്ന കളേഴ്സാണ് കാണിച്ചിട്ടുള്ളത്. ബട്ട് ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പഠിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, മെയിനായിട്ട് നമ്മൾ RGB പരേഡ്, വേവ് ഫോം, വെട്രോസ്കോപ്പ്, ഹിസ്റ്റോഗ്രാം, ഇത്തരം കാര്യം അറിഞ്ഞിരിക്കുക. സോ ഇതാണ് ഡാവിഞ്ചി റിസോൾവിൻ്റെ കളർ പേജിൽ വരുന്ന കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്തിട്ട് ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യുക. ദെൻ കളർ പേജ് ഓപ്പൺ ചെയ്തിട്ട് ഈ പാനൽസും കാര്യങ്ങളെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.